ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ ഫീമെയിൽ ഓറിയന്റഡ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 6ാം സ്ഥാനത്തുള്ള ചിത്രം നയൻതാര നായികയായി എത്തിയ നെൽസന്റെ സംവിധാനത്തിയ കോലമാവ് കോകിലയാണ്. കോലമാവ് കോകില വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 44 കോടി രൂപ സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. 5ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു അനുഷ്കയുടെ ചിത്രമാണ്. ബാഗുമതിയാണ്. ജയറാമും അതുപോലെ തന്നെ ഉണ്ണിമൂന്നിനും പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ബാഗുമതി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 65 കോടി രൂപയാണ് നേടിയത്. 4ാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു അനുഷ്കയുടെ ചിത്രം തന്നെയാണ്. ഇത്തവണ അരുന്ധതിയാണ്. അരുന്ധതി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 68 കോടി രൂപ നേടി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവുകയായിരുന്നു അരുന്ധതി. 3ാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു അനുഷ്ക ചിത്രം തന്നെയാണ്. ഇത്തവണ രുദ്രമാദേവിയാണ്. ഈ ചിത്രത്തിൽ അല്ലു അർജുൻ ഒരു ചെറിയ വേഷത്തിൽ എത്തിയിരുന്നു. രുദ്രമാദേവി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 81 കോടി രൂപ നേടിയിരുന്നു. 2ാം സ്ഥാനത്തുള്ള ചിത്രം കീർത്തി സുരേഷിന്റെ മഹാനടിയാണ്. കീർത്തി സുരേഷിന് നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 85 കോടി രൂപ നേടിയിരുന്നു. ദുൽഖറും ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിൽ എത്തിയിരുന്നു. 1ാം സ്ഥാനത്തുള്ള ചിത്രം മോളിവുഡിൽ നിന്നുമാണ്. മലയാളത്തിന്റെ ലോകയാണ് 1ാം സ്ഥാനത്തുള്ളത്. ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. ലോക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 302 കോടി രൂപയാണ് നേടിയത്. 100 കോടിക്ക് മുകളിൽ നേടിയ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ഓറിയന്റഡ് ചിത്രമായിരുന്നു ലോക. 302 കോടി രൂപയാണ് ഫൈനൽ കളക്ഷൻ നേടിയത്. അപ്പോൾ ഫീമെയിൽ ഓറിയന്റഡ് സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 6 ചിത്രങ്ങൾ ഇതെല്ലാമാണ്. ലോക, മഹാനടി, രുദ്രമാദേവി, അരുന്ധതി, ബാഗുമതി, കോലമാവ് കോകില. ഈ ലിസ്റ്റിലുള്ള അനുഷ്കയുടെ ചിത്രങ്ങളെല്ലാം 10-15 വർഷം മുമ്പ് ഇറങ്ങിയ ചിത്രമാണെന്നൊരു പ്രത്യേകതയും ഉണ്ട്. 10 വർഷം മുമ്പ് ഇറങ്ങിയ ചിത്രങ്ങളാണ് അനുഷ്കയുടെ എല്ലാം ഈ ലിസ്റ്റിലുള്ള ചിത്രം. അന്നത്തെ അനുഷ്കയുടെ പീക്ക് ടൈമിലായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ ഇറങ്ങിയത്. ഇപ്പൊ അനുഷ്ക അങ്ങനെ നായികയായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് അഭിനയിക്കുന്നുമില്ല. അപ്പൊ നമ്മുടെ ചാനലിൽ എപ്പോഴും സിനിമ അപ്ഡേറ്റുകളും സിനിമ റിവ്യൂ, ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് എല്ലാം പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.